സർവീസ് കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എഞ്ചിന്റെ അടിയിൽ നിന്ന് ഓയിൽ ലീക്ക് ആവുന്നു. ഏതെങ്കിലും ഗ്യാസ്കറ്റ് ഓയിൽ സീലോ പോയതാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഓവർ ടൈറ്റ് ആക്കി ഡ്രെയിൻ ഹോളിന്റെ ത്രെഡ് പോയാലാണ് പണിയാവുന്നത്. അതുകൊണ്ടാണ് എന്റെ വണ്ടികളുടെ ഓയിൽ ഞാൻ മാറുമ്പോൾ ഈ ടൂളിൽ ഇങ്ങനെ ഒരു നമ്പർ സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ 9 വർഷം പഴക്കമുള്ള ജിക്സറിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. ഡെയിലി സിറ്റി ട്രാഫിക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടമുള്ള ഒരു വണ്ടിയാണ്. കൈ കൊടുക്കുമ്പോൾ വണ്ടി ഇപ്പോൾ അത്ര സ്മൂത്ത് അല്ല, അതുപോലെ പിക്കപ്പും കുറച്ച് ഡള്ളാണ്. ഓയിൽ ഫുള്ളി ഡ്രെയിൻ ആയതിനു ശേഷം ഫിൽറ്റർ റീപ്ലേസ് ചെയ്ത് പുതിയ വാഷർ ഇട്ട് ഡ്രെയിൻ ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രോപ്പർലി സീറ്റായി ഉറപ്പിക്കാൻ ആദ്യം കൈ കൊണ്ട് സ്ക്രൂ ചെയ്ത് വെക്കണം. വണ്ടിയുടെ പല മേജർ പാർട്സും ഓവർ ടൈറ്റ് ചെയ്ത് ത്രെഡ് പോകാതിരിക്കാനാണ് ഒരു സ്പെസിഫിക് ടോർക്കിൽ ടൈറ്റ് ചെയ്യണമെന്ന് കമ്പനി പറയുന്നത്. അതിനാണ് നമ്മൾ ഈ ടോർക്ക് റെഞ്ച് യൂസ് ചെയ്യുന്നത്. ഈ വണ്ടിക്ക് 18 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ് ഡ്രെയിൻ ബോട്ടിൽ വേണ്ടത്. അത് സെറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇത്തവണ കാസ്ട്രോൾ പവർ അൾട്ടിമേറ്റിന്റെ 10W40 ഫുള്ളി സിന്തറ്റിക് എഞ്ചിനിലാണ് യൂസ് ചെയ്തത്. എഞ്ചിൻ കുറെ കൂടി സ്മൂത്ത് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആക്സലറേഷൻ കുറെ കൂടി ക്വിക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഈവൻ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലും ഒട്ടും തന്നെ ഹീറ്റ് കാലിലേക്ക് വരുന്നില്ല. ഓയിൽ ചേഞ്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റും.